ഇപ്പം ഞാൻ നമ്മുടെ ദുബായ് ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ പ്രമോഷൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ വീണേ. സോ ഗുഡ് നൈറ്റ് ഓൾ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് നന്ദി, സ്നേഹം. സോ എനിക്കിപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. അപ്പം ഞാനിനി ഉറങ്ങട്ടെ. ഇപ്പൊ സമയം എനിക്ക് ഒന്ന് 2 മണി കഴിഞ്ഞിട്ട് തോന്നുന്നു. 2 മണി വരെയാണ്, 3 മണി വരെയാണ് ഇവിടുത്തെ ടൈം. 3 മണി കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുന്നേ, ദുബായ് ടൈം. സോ ഹാപ്പി. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ഒരു ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ കഷ്ടപ്പാടാണ്. അതായത് രണ്ട് ആൺമക്കളെയും പിന്നെ ഒരച്ഛനെയും ഒരമ്മയും ആ കുടുംബത്തെ തീറ്റിപ്പോറ്റാനുള്ള ഒരു എന്താ പറയുന്ന ഒരു യാത്രയിൽ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പെണ്ണിന്റെ ഒരു കഷ്ടപ്പാടേ. ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ഒരു കഷ്ടപ്പാട്? ഇല്ലല്ലേ. ചേച്ചി ആണെങ്കിൽ ഇപ്പൊ ദുബായിലാണേ. അപ്പൊ ദുബായിലെ ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഇനാഗ്രേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ചേച്ചി അവിടെ പോയിരിക്കുകയാണ്. പക്ഷേ വെളുപ്പാങ്കാലത്ത് 3 മണി വരെ ചേച്ചിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. അതായത് ബാർ ഡാൻസ്, ഈ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോൾ, അത് നിങ്ങൾ ഓർക്കണം, വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പോൾ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ്, അതായത് ചേച്ചിയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി ഇവിടെ, അതായത് തൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ലക്ഷങ്ങൾ കൊടുത്ത് ചേച്ചിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കണ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ചേട്ടന്മാർക്ക് വേണ്ടി ചേച്ചി രാത്രി 3 മണിയായപ്പോഴത്തേനും ഒന്ന് ഡാൻസ് കളിച്ചു നോക്കിയതും പിന്നെ അവരോട് കുറച്ച് വർത്തമാനം പറഞ്ഞതായിട്ട് കണ്ടത്. അതായത് ചേച്ചിയുടെ മറ്റൊരു വീഡിയോ ഞാൻ കാണിക്കാവേ. ആ വീഡിയോയിൽ ചേച്ചിയുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് ആ പാവാട നല്ല കേറിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ സബ്സ്ക്രിപ്ഷനിലെല്ലാവർക്കും കൊടുത്തപ്പോഴത്തേനും അതങ്ങ് അരയുടെ അവിടെ അങ്ങോട്ട് താന്നു പോയി. എന്താല്ലേ ചേച്ചിക്ക് ഇവരോടുള്ള ഒരു സ്നേഹേ നിങ്ങളെപ്പോലെ വേറെ ആരും ചേച്ചി സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നില്ല. അതായത് ലക്ഷങ്ങൾ കൊടുത്തിട്ടല്ലേ ആൾക്കാർ ചേച്ചിയുടെ വീഡിയോസും ചേച്ചിയുടെ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം അവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു മരിച്ചുപോയ ഒരു കലാകാരൻ്റെ ഭാര്യയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അഥവാ ആ വിധവ എന്ന പേരും വെച്ചോട്ട് ചേച്ചി കിടന്ന് കാണിച്ചു കൂട്ടുന്ന അലങ്കാരങ്ങളാണ് ഈ കാണിക്കുന്നത്. എന്താല്ലേ, അതായത് എല്ലാ വിധവകൾക്കും എന്തൊരു മാതൃകയാണ് ചേച്ചി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ച് വേണം പൈസ ഉണ്ടാക്കാനായിട്ട്. ചേച്ചിയാണെങ്കിൽ വിചാരിച്ചു വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മറ്റേ പരിപാടിയാണെന്ന് വിചാരിച്ചു വെച്ചേക്കണം. ചേച്ചിയുടെ ധാരണ അതാ. അതായത് ഈ മറ്റേ നമ്മുടെ യൂട്യൂബിലൊക്കെ ചില ചേട്ടത്തിമാരൊക്കെ ഉണ്ടല്ലോ, അതായത് കാശ് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയിൽ ഇങ്ങനെ തുണി അഴിച്ചു കൊടുക്കുന്ന മറ്റേ രീതിയിലുള്ള മാർഗങ്ങളുണ്ടല്ലോ, ആ രീതിയാണെന്നാണ് ചേച്ചി ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ചേച്ചി ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പാവം ചേച്ചി. എന്തായാലും ചേച്ചി ഈ കാണിക്കുന്നതിലൂടെയൊക്കെ ചേച്ചിക്ക് എന്തായാലും ഇനിയും സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ കിട്ടും. അത് നമുക്ക് 100% ഉറപ്പാണ്. ഇപ്പൊ തന്നെ ചേച്ചി പറയുന്നുണ്ട് ചേച്ചിക്ക് 1000 സബ്സ്ക്രിപ്ഷൻ ആയെന്ന്. അപ്പൊ ഇനി ചേച്ചിയുടെ ഫാൻസ് അങ്ങ് കൂടും. എന്താല്ലേ, ഒരു കുടുംബത്തിനെ പോറ്റാനുള്ള ചേച്ചിയുടെ കഷ്ടപ്പാടേ കൊടുത്താലേ ഒന്ന് കഞ്ഞി കുടിച്ച് ചേച്ചിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലെ ചേച്ചി നിൽക്കണം. വേറെ ഒരു മാർഗവും. ആരുടെ ഭാര്യ? അതായത് കൊല്ലം സുധിയുടെ ഭാര്യയാണത്. ആരും മറക്കരുതേ. ഈ ഇങ്ങേരുടെ ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഇവള് ഈ തോന്നിവാസങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചിയുടെ ആ മനസ്സേ. കൊല്ലം സുധി എന്ന് പറയുന്ന ആ വ്യക്തി ഇരുന്ന് സത്യം പറഞ്ഞ മേളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ ഭാര്യ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, അവൾ ഇത്രയും നല്ല വലിയ നിലയിൽ എത്തിയല്ലോ എന്നോർത്തിട്ട് ആ ചേട്ടൻ സന്തോഷിക്കുന്നുണ്ടാവും എന്തായാലും. വാസ്തവത്തിൽ സുധിച്ചേട്ടൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ സങ്കടപ്പെടുന്നുണ്ടാവും. കയ്യിലൊരു പൊന്നുംകാരൻ്റെ ഇരുന്നിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പാടിൽ ഈ കടവും മേടിച്ച് ലോകം മുഴുവൻ കടവുമായി വീടും ഇല്ല അത്രയും ഗതികേടി കഴിഞ്ഞത് കിടന്ന് കഷ്ടപ്പെട്ടത്. എൻ്റെ പൊന്നു സുധിച്ചേട്ടാ, ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഈ ഭാര്യ കാണിച്ചു കൂട്ടുന്ന ഈ നന്മയുള്ള പ്രവൃത്തികൾ എന്തായാലും ഇതിന് നമ്മൾ പറയണം. ഇവളുടെയൊക്കെ ഈ
ഇവളുടെയൊക്കെ ഈ തോന്നിവാസങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ചേട്ടന്മാരുണ്ട്. നിങ്ങൾക്ക് കാണാതിരുന്നാ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും രേണുസുതി ചേച്ചിക്ക് ഇത് നേരത്തെ അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഇത് നേരത്തെ തുടങ്ങിയാണ്. ചേച്ചി എന്തിനാ ഇത്രയും നാള് ഈ ക്യാമറാമാനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്? എന്തിനാ ഈ വീഡിയോസ് എടുത്തിട്ട് നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ഇതാകുമ്പോൾ കുറച്ചും കൂടി സുഖമായി. ഇനിയിപ്പൊ എത്ര ലക്ഷം, ഇനിയിപ്പൊ അഹാനേനല്ല വേറെ ആരെ വേണമെങ്കിലും ചേച്ചി വെട്ടിക്കും. അഹാനയൊക്കെ എന്ത് ചീള് കേസ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി എല്ലാവരും വെട്ടിക്കും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സബ്സ്ക്രിപ്ഷനിലെ പേജിൻ്റെ ഓണർ ആവാനുള്ള ചാൻസ് ഒരു ചേച്ചിക്കുണ്ട്. ചേച്ചി ആ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ഒരു ഭാഗ്യേ. ഇനി എന്തായാലും ബാക്കിയുള്ള ഈ യൂട്യൂബിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തേക്കണ കുറേ ആൾക്കാരുണ്ടല്ലോ, അത് ഈ നിമിഷ, പിന്നെ എന്താണ് ശ്രീമോളോ ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഐറ്റംസ്. ആ ഐറ്റംസിനൊക്കെ സത്യം പറഞ്ഞാൽ രേണു ചേച്ചി ഭയങ്കര വെല്ലുവിളിയാവും അല്ലേ? നമുക്ക് അങ്ങനെ തോന്നുന്നു. ചേച്ചിമാരെ നിങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? രേണു ചേച്ചിയാണെങ്കിൽ ഇപ്പൊ എല്ലാം തുടക്കത്തിലേ ഇങ്ങനെ തന്നെയാ. അപ്പൊ ഇച്ചിരിയും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? പോലുള്ളവര് കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയാൻ നേരത്തെ ഞങ്ങൾക്കെതിരെ വന്ന ഞങ്ങളുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ കുറെ അവളുമാരൊക്കെ വന്ന് പറയും, രേണു എന്തേലും കാണിച്ചോട്ടെ, നിനക്കൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ച് കുറെ അവളുമാര് വരുന്നുണ്ട്. നിങ്ങളോടൊക്കെ പറയണം, ഇവളൊക്കെ കാണിച്ചു തരുന്ന മാതൃക എന്താ? ഇവളൊക്കെ കാണിച്ചു തരുന്നത് എന്താണ്? എന്നിട്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവളെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണത്? നാളെ ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞുമക്കൾ പോയിട്ട് ഇവളുടെ സബ്സ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് അകത്തും എടുക്കണേ. എന്നിട്ട് ഈ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അവര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഈ തോന്നിവാസങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളുടെ ഈ സബ്സ്ക്രിപ്ഷൻ പേജിൽ അംഗത്വം എടുത്തേക്കണ എല്ലാ ആൾക്കാരും പുരുഷന്മാരായിരിക്കുമല്ലോ. അവർക്ക് വല്ലാത്ത ഇത് കൂടിയിട്ടായിരിക്കുമല്ലോ ഇവളുടെ പേജ് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണത്. അത് കൂട്ടി അങ്ങനെയുള്ള ഞരമ്പന്മാരെ ഇവളാണെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ കണ്ടോളൂ. സാധാരണ മാന്യതയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണലായിട്ട് നമ്മൾ എവിടെ പോണതോ അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും കിട്ടണം. പക്ഷെ ഇവളെന്താ കാണിക്കുന്നത്? ഇവള് പ്രദർശനമോ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ പേജ് എന്ന് പറഞ്ഞ സംഭവം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ എന്തിനാണ് ഇവിടെ ഈ പേജ് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇവളെ പോലുള്ളവന്മാര് നശിപ്പിക്കുന്ന പുതുതലമുറകളാണ്. അത് ആരും എന്താ ചിന്തിക്കാത്ത എന്താ? എന്നെ സംബന്ധിച്ച് ഞാൻ എതിര് നിൽക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രേണുസുതി എന്ന ഇവള് കാണിക്കുന്നത് എന്താ? ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടി ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ഇതുപോലെ അനാവശ്യ വീഡിയോസും അനാവശ്യ ഫോട്ടോസും ഇടുകയാണ്. ഇത് കണ്ടല്ലേ ഇനി വരും തലമുറകള് വളർന്നു വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുടുംബങ്ങളും ഉണ്ട്. അപ്പോൾ ഇവളെന്താ കാണിച്ചു കൊടുക്കുന്നത്? അതായത് ഇതുപോലെ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൈസ കിട്ടും എന്നൊരു ഇതാണ് ഇവള് മാതൃകയാക്കി തരുന്നത്. അപ്പൊ ഇത് കണ്ട് വരും തലമുറയിലെ പെൺകുട്ടികളടക്കം ഇതുപോലെ ഇത് കണ്ടാണ് വളരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് ഇവരെന്ത് ചെയ്യും? ഇതുപോലെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതുപോലുള്ള ഓരോ വേഷം കെട്ടുകളായിരിക്കും കാണിച്ചു കൊടുക്കുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടുന്ന ഈ മാതൃകയാക്കുന്ന എവിടുന്ന ഇവിടെ പോലെയുള്ള ഓരോ ചെന്നായ്ക്കൾ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ ഈ മാതൃകയാക്കുന്നത്. അത് നമ്മൾ ആലോചിക്കണം. നാളെ നമ്മുടെ വീട്ടിൽ വളർന്നു വന്ന മക്കളുള്ളതാ, പെൺകുട്ടികളുള്ളതാ. ഇതുപോലെ ഓരോ തോന്നിവാസങ്ങൾ അവർ കണ്ടുപഠിക്കും. അവർക്ക് ഇതൊരു മാതൃകയായിട്ട് അവരെടുക്കും. ഒരാൾ ചെയ്യുന്നു, അത് കണ്ട് പലരും ചെയ്യുമ്പോഴത്തേക്കും അതൊരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമാവും. പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? വരും തലമുറയെ നശിച്ചു പോകും. അതാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഓരോ പെണ്ണുങ്ങളാണെങ്കിലും ആ പെൺവേഷം കെട്ടി നടക്കുന്നവരാണെങ്കിലും മാറിടങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരൊക്കെ എന്താ കാണിക്കുന്നത്? വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്താ കാര്യം? എന്താ ഈ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നതുകൊണ്ട് മാത്രമാണ്. അതിങ്ങനെ കാണിക്കുമ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്കത് റീച്ച് ആവുകയാണ്. ആ റീച്ചിൽ കൂടി ഇവർക്ക് പൈസ ഉണ്ടാക്കാം. അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെയൊക്കെ തടയിടാനാണ് ഞങ്ങളെ പോലുള്ളവർ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ എന്തിനാ ആ വീഡിയോ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ ക്രൂശിക്കാനാണ് നിങ്ങൾ എല്ലാവരും വരുന്നത്. അതായത് ഇവളെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതുപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇനിയും പ്രതികരിക്കും. അങ്ങനെ തന്നെ ചെയ്യും. അതിനിപ്പോൾ ഏത് ആൾക്കാർ DM ആയിട്ടും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമന്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് ആരാണെങ്കിലും എന്താണെങ്കിലും. കഴിഞ്ഞ ദിവസം മഞ്ജു ചേച്ചി വന്നിട്ട് പറഞ്ഞത്, ഈ പെണ്ണ് ഇതെന്തേ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചത്. എന്തിനാ ഇവളോട് ആൾക്കാർക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവള് തന്നെ ഉണ്ടാക്കി കൊടുത്തതെന്ന് ഈ ചേച്ചി പറയാനുള്ള കാരണം അതാണ്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല.
അതായത് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എല്ലാവർക്കും വേണ്ട ഒരു ഒന്ന് തന്നെയാണ്. അല്ലാതെ ഇതുപോലെ തോന്നിവാസം കിടന്ന് കാണിക്കല്ല ചെയ്തത്. ഇവളൊരു കലാകാരിയാണെങ്കിൽ ആ കലാകാരിയുടെ സ്റ്റാൻഡേർഡിൽ ഇവള് നടക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവള് ചിന്തിക്കുന്നില്ല ഇവൾക്ക് 2 മക്കളുണ്ട്, അതുപോലെ തന്നെ ഇവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇതൊന്നും ഇവള് ചിന്തിക്കുന്നില്ല. ഇവൾക്ക് എന്ത് പേരാ വരുന്നത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക എന്നാണോ? ഒരിക്കലുമല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക എന്നല്ല. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നുണ്ട്. ഇവൾക്ക് ആ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഇവൾക്കില്ല. അവൾക്ക് അറിയത്തില്ല ഒരു അഭിമാനത്തിന്റെ വില എന്തെന്നോ, അങ്ങനെ ഒരു കാര്യം അറിയത്തില്ല. അല്ലെങ്കിൽ അവൾക്ക് ഇതുപോലെ കണ്ട ആണുങ്ങളുടെ മുന്നിൽ ഇങ്ങനത്തെ തുണിയും വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ട്? ഇവൾ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കണത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവള് വല്ല സിനിമാ നടിയാണോ? അല്ല. ഇവള് വല്ല സിനിമയിൽ അഭിനയിക്കുകയാണോ? അല്ല. ഇവളെന്താ കാണിച്ചു കൊടുക്കുന്നത്? ഒരു സബ്സ്ക്രിപ്ഷൻ പേജ് എടുത്തിട്ട് അതിനകത്ത് ഇവളുടെ ഓരോ എന്താന്ന് ചീത്ത നമുക്ക് വായിന്ന് വരുന്ന വേറെ വല്ല ഭാഷകളായിരിക്കും ഇവളെ കുറിച്ച് പറയാൻ നേരത്തെ. ഇവൾ എന്താ ഇതിൽ കൂടി കാണിക്കുന്നത്? എന്താ ഇവിടെ എന്ത് മെസ്സേജാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? ഒരു സ്ത്രീ ഇങ്ങനെ ആകണമെന്നാണോ? ഒരു വിധവയ്ക്ക് ഇങ്ങനെ ജീവിക്കാമെന്നാണോ കാണിച്ചു കൊടുക്കുന്നത്? എന്താണ് ഇവളതിനെ അർത്ഥമാക്കുന്നത്? ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് അർത്ഥത്തിലാണ് ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണത്? നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്? നാളെ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാൾ ഇങ്ങനെ പോകാൻ നേരം നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. നീ അങ്ങനെ കാണിച്ചോ, നീ തുണി അഴിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, ഞങ്ങൾക്ക് പൈസ മാത്രം മതി, ഞങ്ങൾക്ക് അഭിമാനം ഒന്നും വേണ്ട. അങ്ങനെ തന്നെ നിങ്ങളുടെ വീട്ടിലൊരാൾ പോകാൻ നേരത്തെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഈ രേണുസുതിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ